ഓട്സ് കൊണ്ട് ഇങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലേ? നന്നായിട്ടുണ്ട്. എല്ലാ ദിവസവും ഇനി കട്ടിലിൽ തന്നെ കിടക്കണം. ഒരു നേരത്തെ നല്ല ആഹാരത്തിനായി പ്രതീക്ഷയോടെ പവിത്രൻ. അതെ, നമുക്ക് ഈ ഉപ്മാവൊന്ന് മാറ്റി പിടിച്ചാലോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് പാത്രങ്ങളും സാധനങ്ങളും വാങ്ങിച്ചു വെക്കണം. പേടിക്കണ്ട, ചെലവ് നമുക്ക് ഷെയർ ചെയ്യാം. എന്താ? പ്രതീക്ഷയോടെ ഇരിക്കുന്ന പവിത്രന് മനസ്സിലായോ ആവോ? മനസ്സിലായി, മനസ്സിലായി. ഈ പാക്കിംഗ് ഇതുവരെ തീർന്നില്ലേ? ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. തുടങ്ങിയിട്ടുള്ളോ? നീ ഇതിവിടെ സെറ്റ് ചെയ്തിട്ട് എപ്പോ തീരും? ഇപ്പൊ 1 മണി 2 മണിക്ക് എല്ലാം തീർക്കണം. നോ എക്സ്ക്യൂസ്. പിറകിലാരോ വിളിച്ചോ, മധുര നാരകം പൂത്തോ, അകലെ മുകിലിന് പിറകിൽ പനിമതി വെറുതെ എന്തിനൊളിച്ചു, മുറിയിൽ കഥകിന് വെളിയിൽ ഒരു കിളി പതിയെ ഒന്നു ചിലച്ചു. പിറകിലാരോ വിളിച്ചോ, മധുര നാരകം പൂത്തോ. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങേണ്ടത്? മേഡം പറ. മാഡോ? കളിയാക്കിയതാണെന്ന് മനസ്സിലായി. ഹേയ്, അതല്ല. ഈ ഫ്ലാറ്റിലെ പണി തുടങ്ങിയ ശേഷം സ്ത്രീകളെല്ലാം എനിക്ക് മേഡവും ആണുകളെല്ലാം സാറുമാരുമാണ്. ചിലച്ചു. അല്ല, ഞാനിതൊരു പേര് ചോദിച്ചില്ല. എന്താ പേര്? നമ്മൾ കാണുന്നില്ലല്ലോ, കണ്ടാലല്ലേ പേര് വിളിക്കേണ്ടി വരുന്നത്. എന്നാലും ഇഷ്ടമുള്ള പേര് വിളിച്ചു. മായാന്ന് വിളിക്കട്ടെ? എന്താണ് ആ പേര്? പഴയ ആരെങ്കിലും? അയ്യോ, അങ്ങനെയല്ല, മറിഞ്ഞിരിക്കുന്നോണ്ട് പറഞ്ഞെന്നുള്ളൂ. ഇതുവരെ അങ്ങനെ ആരോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ? ITIയിൽ പഠിക്കുമ്പോൾ പോയിക്കൊണ്ടിരുന്നത് ശിവപ്രസാദ് എന്നൊരു ബസ്സിലാണ്. കൂടെ ഒരു കൊച്ചു കയറും. TTC-കാരിയായിരുന്നു. കയറുമ്പോൾ ഒന്ന് ചിരിക്കും, ഇറങ്ങുമ്പോഴും ഒന്ന് ചിരിക്കും, മിണ്ടത്തൊന്നുമില്ല. പഠിത്തം കഴിഞ്ഞ് ഞാൻ ബോംബെക്ക് പോകാൻ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതി ട്രെയിനിൽ കയറാനായിരിക്കുന്ന, പക്ഷെ കയറിയില്ല. ഞാൻ മാത്രം കയറി. അന്ന് അവൾ ചിരിച്ചില്ല. എന്നുള്ള ചിരി കിട്ടത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയതുമില്ല. നല്ല ചിരിയായിരുന്നു അവളുടെ. ഓട്ടെ, സാരല്ല. മനസ്സിലുള്ളത് ചിരിയല്ലേ, കരച്ചിലൊന്നും അല്ലല്ലോ. ഒരിക്കൽ പൊന്നാറ്റിൻ കരയിൽ നിൽക്കെ ചിരിക്കും പൂങ്കാറ്റൻ അരികിൽ വന്നു. നീലരാവിൻ നിലാവിൽ നീന്തി ഇന്നാരോ കിനാവിൽ വന്നാരാടി പൊന്നാതിരയിൽ വാർമതിയോ വാനിലെ വാരൊളിച്ചിമിഴോ വാതിൽ വരെ കോലമിടും രാവിന്റെ മന്ദാരമലരിതൾ താരകളോ നിഴലിൻ തണലിലെ വിരിയും മലരിനെ വെറുതെ എന്തു വിളിക്കും. ഇപ്പൊ കുടുംബസ്ഥനായി. ഇനിയൊരു ലോണും കൂടി എടുത്താ കംപ്ലീറ്റ് ഫാമിലി മാൻ. പണ്ടേ ഒരുപാട് ലോണൊക്കെ ഉള്ളൊരു ലോൺലി മാൻ ആണ്. ഫാമിലി ഇല്ലെന്നേ ഉള്ളൂ. ചേട്ടാ, ഇവിടെ രാത്രി ആരെങ്കിലും താമസിക്കുന്നുണ്ടാ? ലൈറ്റ് ഒക്കെ കണ്ടായിരുന്നല്ലോ. അതീ താഴത്തെ ചേർത്തിയുടെ വെല്ലുമിച്ചിയാ. ഇവിടെ കിടന്ന് ചാവണമെന്ന് വലിയ ആഗ്രഹം. ആയില്ല നക്ഷത്രക്കാരിയാ. ആളുടെ കണ്ണി പെട്ട് കഴിഞ്ഞാൽ അയൽക്കാർക്ക് കേടാ. എന്ന് വെച്ചാ മരണം, മാനഹാനി, പിന്നെ അടികൊണ്ട് ഷേപ്പ് മാറിച്ചാവുക. ശ്രദ്ധിക്കണേ.
കണ്ടോ കുളിസി കാണാതിരിക്കുക. ആ നീ എന്താ ഇത് ഹോട്ടലിൽ നിന്ന് കഴിക്കാതെ ചോറ് മേടിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നോ? ദാ ഇതൊരു ലക്ഷം കഴിച്ചു നോക്കി. ആ കൊള്ളാലോ. ഇതേത് ഹോട്ടലിൽ നിന്നാ? ഹോംമെയ്ഡാ. എന്നാ പിന്നെ എനിക്ക് ഇവിടെ ഒരെണ്ണം മേടിക്കാൻ മേലായിരുന്നോ? അതിന് എല്ലാവർക്കും കിട്ടത്തൊന്നുമില്ല. എന്നാണെങ്കിലും നല്ല കൈപ്പുണ്യമുള്ള ആരോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മീൻകറി വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. എവിടെയോ എനിക്ക് ഒരുപാട് പരിചയമുള്ള രുചിയായിട്ട് തോന്നി. മധുര നാരകം പൂത്തോ അകലെ മുകിലിന് പിറകിൽ പനിമതി വെറുതെ എന്തിനൊളിച്ചു. ചുരിദാറുകൾ കണ്ടിട്ട് ആൾക്കധികം പ്രായമില്ലാന്ന് തോന്നുന്നു. തടി ഒരു പാകത്തിനേ ഉള്ളൂ. ഇനിയിപ്പോ തടി കൂടിയാലെന്താ? അത് ശരി, തുണിയുടെ അടിയില്. അപ്പൊ ഇതാണല്ലേ ടെക്നിക്ക്. ഏ വൃത്തികേട് കാണിക്കരുത്. കാക്ക. അതോ? ആ അല്ലല്ല, കാക്ക കൊത്തി തറയിലിട്ടു. മുങ്ങാ പിള്ളേര് മുങ്ങിയെടുത്തു. നീ എന്നെ കൊടുത്ത് പറയിപ്പിക്കരുത്. കൂടുതലൊന്നും പറയരുത്. ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. തെറി കൊണ്ട് അഭിഷേകം ചെയ്യരുത്. അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. അയ്യോ, മനുഷ്യനെ നാണം കെടുത്താൻ. വേറെ ഒരു തുണി തൊട്ടാലും ഇത്രയും പ്രശ്നമില്ല. അവിടെ കിടക്ക. എന്റെ അമ്മേ. ചേട്ടത്തി, എന്താ ഇത്? കുറച്ച് കൊടംപുളിയാ. രതീഷ് നാട്ടിൽ നിന്നുണ്ടോ? കാശ് വാടകയെന്ന് കുറയ്ക്കുവോ? ഷേ, എന്തോ ചേട്ടത്തി പറയുന്നേ? അല്ല, ഇതുപോലുള്ള അബദ്ധമൊന്നും നീ മുമ്പ് ചെയ്തിട്ടില്ല. അതാ. അവിടെ ഞാൻ എടുത്തോളാം. ചേട്ടത്തി പിടിച്ചേ. സംഭവം ഗ്യാസ് ആണെങ്കിലും ഒടുക്കത്തെ വെയിറ്റ് ആണ് എടുത്തി. മനുഷ്യപ്പറ്റുള്ള ഇനോണോ? മിണ്ടാനും പറയാനൊക്കെ പറ്റുമോ എടുത്തി? ആര്? മറ്റേ കൊച്ച്. കൊടംപുളി ഇട്ട് മീൻ വെച്ച ബെസ്റ്റാ. ആരും വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നേ. ഞാനിപ്പോ അതുകൊണ്ട് കാശൊന്നും മുറിയിൽ വെക്കില്ല. റിസ്കാ. റിസ്ക് കുറച്ച് വാങ്ങണം. നാളെ വാങ്ങാം. മോളുടെ പ്രായത്തിലുള്ള കുട്ടീനെ തന്നെ കൂട്ടിട്ട് നന്നായില്ല എടുത്തി. മോളിന് സെപ്പറേറ്റ് മീറ്റർ വെക്കണം. ഓ, ബില്ല് ഭയങ്കരമായിട്ടൊന്ന് കൂടി. കാണാൻ കൊള്ളാവുന്നതും അവിവാഹിതയുമായി ചെറുപ്പക്കാരി ഒറ്റയ്ക്ക് താമസിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പുറത്ത് ഞാനായതുകൊണ്ട് പിന്നെ കാണാൻ കൊള്ളുന്ന കൊച്ചി ഹാർബറിലെ മീനാ നല്ലത്. വിലയും കുറവാ. എന്നാ കുറച്ച് വാങ്ങി അങ്ങോട്ട് പുഴുങ്ങി തിന്ന്. ഡാ, നീ ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് പോടാ. തന്നെ അങ്ങോട്ട് ഫിറ്റ് ചെയ്യാ മതി. പിന്നെ തിരുവനന്തപുരത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട്ടെ ഉത്തരം പറയും. എന്നിട്ട് കൊച്ചിന് മീനും തിന്നണം. ഒറ്റയ്ക്ക് 1.5 കിലോ മീൻ പപ്പ പുഴം കളാണ്ടിരുന്ന് തിന്നണ ആളാ. എന്നിട്ടും ആർത്തി ഈ കൊച്ചിൻ ഹാർബർ കണ്ടുപിടിച്ചവനെ കപ്പലേറ്റി കൊല്ലണം. വൃത്തിയായിട്ടവൻ.